നമസ്കാരം. ജലദോഷം വൈറസ് മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണ അസുഖമാണ് ജലദോഷം. ശ്വസനനാളിയുടെ മുകൾ ഭാഗത്താണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തലവേദന, തൊണ്ടവേദന, ചുമ എന്നിവയാണ് ലക്ഷണങ്ങൾ. ചികിത്സ ഒന്നുമില്ലാതെ തന്നെ മാറുന്ന അസുഖമാണിത്. എന്നിരുന്നാലും ജലദോഷം വരുമ്പോൾ മറ്റസുഖങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. ഒരാൾ തുമ്മുമ്പോഴും മറ്റും കണികകളായി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന വൈറസുകൾ ഇത് ശ്വസിക്കുന്ന മറ്റൊരാൾക്ക് ജലദോഷം വരുത്താനുള്ള സാധ്യതയുണ്ട്. നല്ല ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഈ വൈറസിനെതിരെ ചെറുത്തുനിൽപ്പ് പ്രകടിപ്പിക്കും. എന്നാൽ ശരീരത്തിന്റെ താപനിലയിൽ വ്യത്യാസം വരുന്ന ഘട്ടങ്ങളിൽ ജലദോഷം പിടിപെടാം. ഉദാഹരണത്തിന് മഴ നനയുക, അമിതമായി വിയർക്കുക, വെയിൽ കൂടുതൽ കൊള്ളുക, നനഞ്ഞ വസ്ത്രം ധരിക്കുക എന്നിവ. ജലദോഷത്തിനുള്ള ഒറ്റമൂലികൾ നോക്കാം. നാരങ്ങയുടെ നീരിൽ സമം തേൻ ചേർത്ത് കഴിക്കുക. 1 സ്പൂൺ തേൻ ചെറുചൂടുള്ള ബാർലി വെള്ളത്തിലൊഴിച്ച് കിടക്കാൻ നേരത്ത് ദിവസവും കഴിച്ചാൽ സ്ഥിരമായി ഉണ്ടാകാറുള്ള ജലദോഷം മാറിക്കിട്ടും. തുളസിയില, തിപ്പലി, ചുക്ക് എന്നിവ എല്ലാം കൂടി ചേർത്ത് കഷായം വെച്ച് ഇടയ്ക്ക് കുടിക്കുക. തുളസിയുടെ നീരെടുത്ത് അതിൽ കൽക്കണ്ടം ചേർത്ത് കഴിക്കുന്നത് ജലദോഷത്തിന് നല്ലതാണ്. കൃഷ്ണ തുളസിയില ചതച്ച് പിഴിഞ്ഞെടുക്കുന്ന നീരിൽ ചെറുതേനും ചേർത്ത് പലതവണയായി കഴിച്ചാൽ ജലദോഷം മാറിക്കിട്ടും. ഇഞ്ചിയും കുരുമുളകും ചേർത്ത് കഷായം ഉണ്ടാക്കി കുടിക്കുന്നതും നല്ലതാണ്. ചൂടുപാലിൽ 1 നുള്ള മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കഴിക്കുക. തേനിൽ ഏലക്ക പൊടിച്ച് ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്. തുളസിയിലയുടെ നീരും ചെറിയുള്ളയുടെ നീരും ചെറുതേൻ ചേർത്ത് കഴിക്കുന്നതും ജലദോഷത്തിന് നല്ലതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.